ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. നമുക്കറിയാം, നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കൃത്യസമയമാകുമ്പോഴത്തേക്കും കുട്ടിക്കുറുമ്പുകളുടെ പാട്ടുകൾ കേൾക്കാനായിട്ടും അവരോട് വർത്താനം പറയാനായിട്ടും കൂട്ടുകൂടാനായിട്ടും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, മധു അങ്കിൾ and MJ uncle, welcome. അപ്പൊ ജഡ്ജസ് റെഡി അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. MJ അങ്കിളിന് ഇപ്പൊ ഒരാളെ കാണണമെന്ന് ആഗ്രഹമില്ലേ? നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു കുഞ്ഞുമണി ആഗ്രഹം തോന്നുന്നില്ല? അതെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വൈറൽ കുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതെ, മധുങ്ങളുടെ ഡ്രസ് ഇഷ്ടായോ? എനിക്ക് ഇഷ്ടായി, എനിക്ക് ഇഷ്ടു. ശരിക്കും ഇഷ്ടു, ശരിക്കും ഇഷ്ടു. പാട്ട് ഏതാണ്? പാട്ട് കണ്ണിന് പൊൻകണി. കുഞ്ഞിന് പറ്റിയ പാട്ടാണ്. അതെ, ഉഗ്രം പാട്ട്, നല്ല പെപ്പി സോങ്, വെരി ക്യൂട്ട്. നല്ല രസമുണ്ട്, മുടിയൊക്കെ കെട്ടിയിട്ട്. എസ്തർ കുട്ടിയെ പോലെ ക്യൂട്ട് ആണേ. അതെ, അതില്ലേ അതിലുണ്ട്. എന്റെ അമ്മയുടെ ആങ്ങളെ പാട്ട് പാടും. ആണോ? അമ്മയുടെ ആങ്ങളെ വന്നിട്ടുണ്ടാ? വന്നിട്ടുണ്ട്. അതാണ് ചേട്ടനല്ലേ? ഹായ് ചേട്ടാ. എന്താണ് പേര്? അനു. ഓക്കെ. എന്താ ചെയ്യണേ? എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ്. ആണോ? ഓക്കെ ഓക്കെ. എവിടെയാ സ്ഥലം? വരാപ്പുഴ തന്നെ. ഭാഷ അങ്ങനെ അല്ലേ? അപ്പൊ ഒരു ചെറിയ പാട്ടിന്റെ ഒരു തുണ്ട് കേൾക്കാൻ പറ്റും. ചെമ്പക്കളൊന്ന് ചെല്ല ഒളിക്കുന്നു ഉഗ്രം പാട്ട്. ഒളിക്കുന്നുവോ വിളിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നി ഒരു തുള്ളു ചുണ്ടിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നു വിളിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. വെരി ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ സംഗീതം ഇങ്ങനെ ഫാമിലി തന്നെ ഉണ്ട്. അതാണ്. വേറെ ആരാ രണ്ടുപേര് വന്നിരിക്കണേ? അങ്കിളും ആന്റിയും. എങ്ങനെയാ കുഞ്ഞിനെ അറിയുന്നേ? അങ്കിളിനും ആന്റിയും. എന്റെ അമ്മയുടെ ഒരു കൊയറുണ്ടായിരുന്നു. അതെവിടെയായിരുന്നു? ഒരു പള്ളിയില്. ഒരു പള്ളിയില്. അപ്പൊ പള്ളിയിൽ വന്നപ്പോ അവരെ കണ്ടു ഞങ്ങള്. അപ്പൊ വന്നോന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാണ്. അതെന്തായിരുന്നു കഥ? അത് ഞങ്ങള് ഈ ഏലൂര് ഒരു പള്ളിയിലേ, ഏലൂര് കളമശ്ശേരി ഒരു പള്ളിയില് ഞാനും എന്റെ വൈഫും കൂടി ഒരു പെരുന്നാളിന് പോയതാണ്. പെരുന്നാളിന് അവിടെ ചെന്ന് കഴിഞ്ഞ് കുർബാന തുടങ്ങി ഞങ്ങൾ രണ്ടും കൂടി കയറുമ്പോ തന്നെ എന്റെ വൈഫ് സജി എന്ന് പറഞ്ഞ് ആദ്യം കാണിച്ചു തന്നത് അപ്പച്ചനാണ്, കൊച്ചിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ടോപ്പ് സിംഗറിൽ പുള്ളിയൊക്കെ ഇവിടെ വരണെങ്ങനെ ഇപ്പാ. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് എസ്തർ അവിടെ നിന്ന് ഓടി വന്നി. അപ്പൊ എന്റെ സകല നിയന്ത്രണം വിട്ട് കുരിശുവരെയും പോയി, എല്ലാം പോയി. അപ്പൊ തന്നെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സന്തോഷം കൊണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, അപ്പൊ കുർബാന അടയ്ക്കാണല്ലോ, അധികം ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ സന്തോഷം കൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് മോളുടെ വീട് എവിടെയാണ് എങ്ങനെയാന്നൊക്കെ ചോദിച്ച് ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങള് ഈ കുഞ്ഞിന്റെ പരിപാടി മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളുടെയും പരിപാടി സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നേരിട്ട് കാണാൻ സാധിച്ചത് കുഞ്ഞിനാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് വന്ന് കാണണം. അപ്പൊ പറഞ്ഞ് കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ സംസാരിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടത്. എന്റെ പേര് പ്രിൻസ്. ഞാൻ പടമൂള് കാക്കനാടിലുള്ളതാണ്. PSNL ജോലിയായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി. എന്റെ വൈഫ് ലിസി. നമസ്കാരം. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരും കാണാൻ സാധിച്ചതിൽ, നേരിട്ട് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഐസിംഗ് ഓൺ ദി കേക്ക് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ പാട്ടാണ് കേട്ടോ. And that is going to happen. അപ്പൊ എസ്തർ കുട്ടി, all the best. Thank you. Okay. കണ്ണിനു പൊൻകണി, കാതിനു തേൻകണി, എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി, കണ്ണിനു പൊൻകണി, കാതിനു തേൻകണി, എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി.
കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവോ നീ. കണ്ണിനു പൊൻകണി പൊൻകണി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണത്. അതാരാ ഇങ്ങനെ പറഞ്ഞു തന്നെ? എങ്ങനെയാ ആരാ ഇങ്ങനെ പറഞ്ഞു തന്നെ ഇങ്ങനെ പാടാൻ? അത് പപ്പയമ്മ. പപ്പയും മമ്മി പറഞ്ഞല്ലേ? വിഷ എന്ന് പാടാൻ പറഞ്ഞല്ലേ? അത് മാത്രോ എസ്തർ കുട്ടിക്ക് പല്ലില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ കാറ്റ് വരുന്നുണ്ട്. കാറ്റാ. അതെ. ഏ ചിക്കു, എന്താ? ആ കണ്ട ചിക്കു എന്ന് പറഞ്ഞപ്പോ കേട്ടായിരുന്നോ? ചിക്കു ആരുടെ പേരാ? എന്ത്? ആ കണ്ടുപിടിച്ചേ. അപ്പൊ കിച്ചുവോ? കിച്ചു അതെനിക്കറിയാം. ഇല്ല അല്ലേ? അത് വേറെ ആരോ അതുമായിട്ട് പരിചയമില്ല അത്. ചിക്കു എന്തോ? സൂപ്പറായിട്ട് പാടിയേ. താങ്ക് യു. ഇടയ്ക്ക് അനുപല്ലവിയില് 1-2 ലൈൻ മറന്നുപോയല്ലേ? അതൊരു വലിയ കുഴപ്പമാണോ? ആണോ? അതൊരു തെറ്റാണോ? ആണോ? ആണോ? അല്ല. അല്ല, തെറ്റല്ല. എല്ലാവരും മറന്നു പോകും കേട്ടോ. അങ്കിളാണെങ്കിൽ കൂടുതൽ മറന്നു പോയനെ, ആര്യ ചേച്ചിയാണെങ്കിൽ മറന്നു പോയനെ, മധുചേട്ടനാണെങ്കിൽ ഓർമ്മയേ ഇല്ല. മറന്നേ പോയത്. പക്ഷെ ഇതൊരു ശീലമാവാൻ പാടില്ല കേട്ടോ. ആ അത് കുഴപ്പമില്ല. ആദ്യമൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ചിക്കുവല്ലേ, ഇനി അങ്ങോട്ട് പോകുന്തോറും ഓർമ്മ വരണേ. ആ ഓർമ്മ വരണേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ടെൻഷൻ. കുഴപ്പമില്ലാന്ന് പറഞ്ഞെങ്കിൽ ശീലമായാലോ അത്. ഓക്കെ, അതൊന്ന് പാടിത്തരാ അല്ലേ മധു? അത് കേൾക്കണ്ടേ? അതെ. ഒന്ന് പാടാമോ? നിന്റെ നടത്തം. യെസ്. നിന്റെ നട നിന്റെ നടത്തം. ഈ പടപടത്തം പിന്നെ തിടുക്കത്തിലൊടുക്കത്തിൽ നാവേറും. നിന്റെ മെടുമെടുക്കും ഈ മുറുമുറുപ്പും കൊക്കി കൊക്കി കൊത്തിക്കേറും പോരും. ഈ വേഷങ്ങളെല്ലാം മോശം, നിന്റെ ആശയ്ക്കു ഭാഷയ്ക്കു നാശം. സൂപ്പർ കാലക്കി. നേരത്തെ മറന്നത് നന്നായി, അതുകൊണ്ടല്ലേ ഒന്നുകൂടെ ഇപ്പൊ പാടാൻ പറ്റും. അതെ. അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കോ? ഇല്ലല്ലോ. ആ അതെങ്ങനെയായിരുന്നു? നിന്റെ മെടുമെടുക്കും ഈ മുറുമുറുപ്പും. ചിക്കു ആരാ ഇത്? എസ്തർ. എസ്തർ നമ്മുടെ ചിക്കുവാണ്. ആഹാ, ഞാൻ എപ്പോഴും പറഞ്ഞു മടുത്ത്. ഇത് ഒരു പ്രോഡിജിയാണ്. അതെ, അത് പിന്നെയും പറയും. ഈ വയസ്സിലൊക്കെ ഇങ്ങനെ പാടുന്നത് നമ്മൾ ടോപ്പ് സിംഗറിൽ മാത്രം കാണാൻ പറ്റുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ്. എത്ര കുഞ്ഞുങ്ങളെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു സ്പെഷ്യൽ ടാലന്റ് ആണ് നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത്. യെസ്. ഓരോ പാട്ടിൽ വരുമ്പോഴത്തേക്കും ഓരോ പ്രഭയാണ് കുഞ്ഞിന്. കഴിഞ്ഞ ഒരു പാട്ട് പാടിയ തെന്നലും അത് എന്തതാണ്, അത് ഭയങ്കര വൈറലാണ്. എത്ര ആൾക്കാരെന്നറിയാമോ അതിനെപ്പറ്റി പറയുന്നത്? എന്താ പറയണ, എസ്തർ കുട്ടി ഇങ്ങനെ പാടുന്നു. അപ്പൊ അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മറന്നത് സാരമില്ല, പക്ഷെ ഓർക്കണം കേട്ടോ, നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. പാടുമ്പോ പെർഫെക്റ്റ് ആയിട്ട് പാടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, പതുക്കെ നമുക്കത് ട്രെയിൻ ചെയ്ത് ശരിയാക്കാം കേട്ടോ. അങ്കിൾ കൂടെ ഉണ്ടേ. ഓക്കെ ചിക്കു? ഓക്കെ. ഓക്കെ. ഹായ് എസ്തർ കുട്ടി, എന്താ? നല്ല കോൺഫിഡൻസ് വന്ന് ദിവസം തോറും ഇങ്ങനെ മേളിലേക്ക് വരെ എസ്തർ കുട്ടി അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. താങ്ക് യു. എന്ത് രസാ ഇവിടുന്ന് കാണാൻ. സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. നല്ല പാട്ടും. താങ്ക് യു. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്രാവശ്യം ഗ്ലൂം വന്നില്ല. സാധാരണ എസ്തർ കുട്ടിക്ക് എപ്പോഴും മുറു അങ്ങനെ ആവുന്നതാണ്. അതിന് പകരം 2 ലൈൻ മാറുന്നു. പക്ഷെ അത് വലിയൊരു ഗ്ലൂമാ വന്നത്. അത് കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു ലൈൻ മറന്നെങ്കിലും പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് അടുത്തേക്ക് ക്യാച്ച് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ അത് മറന്നിട്ട് ആകെ ബ്ലാങ്കായി ഇങ്ങനെ നിൽക്കുന്നതിന് പകരം അങ്ങനെ ബ്ലാങ്കായി നിൽക്കുന്നതിന് പകരം അപ്പാടി ചാടി കയറി പിടിച്ചു, അടുത്ത വരി കയറി പിടിച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ട് നല്ല ശക്തി വന്നിട്ടുണ്ട്. ഹേ ഇല്ലേ? ആ ഭാഗം ഒന്ന് പാടിത്തരോ എനിക്ക്? അത് കേട്ടോ, ആ വോയിസിനൊക്കെ പവർ വന്നിരിക്കുക. ഇപ്പം ആളാകെ മാറി. നമ്മുടെ എസ്തർ കുട്ടി ആകെ മാറി, കിടിലനായിട്ടുണ്ട് ഇപ്പൊ. ഇനിയും ഇതുപോലെ പാടണം, ഇതിനേക്കാൾ അപ്പുറം നമുക്ക് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എസ്തർ കുട്ടി കാലക്കിയല്ലോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. നല്ല കുസൃതി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ പാട്ടില് എസ്തർ കുട്ടി പാടിയപ്പോ. പിന്നെ 2 ലൈൻ മറന്നുപോയി.
അത് പോട്ടെ, സാരില്ല, ഇനി മറക്കരുത് കേട്ടാ. ഒറ്റ പ്രാവശ്യം പാടിക്കോ, അതെ. കുഴപ്പമില്ല. അതെ, അപ്പൊ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ചക്കട മടലും ചങ്കുണിയാരും അതൊന്ന് പാടിയ എങ്ങനെയാ? ഞാൻ കളി കളിച്ചാൽ നീ പറക്കും, പിന്നെ ചക്കടമടലും ചങ്ങുണ്ണിയാരും ചക്കടമടലും ചങ്കുണ്ണിയാരും എങ്ങനെ? ചക്കടമടലും ചങ്ങുണ്ണിയായും വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മധുചേട്ടാ, ഈ മൂവിയിലല്ലേ നമ്മുടെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം, പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എനിക്കല്പം തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയണ്ടല്ലേ. ഇവിടെ മാർക്ക് അറിയാൻ കുറച്ച് തിരക്കുണ്ട്. അതെ അതെ. നമ്മുടെ എസ്തർ കുട്ടി ചിക്കൂസിന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97.5 ഔട്ട് ഓഫ് 100. താങ്ക് യു. അപ്പൊ ആര്യ ചേച്ചി, ഇവിടെ രണ്ടാൾക്കാർ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട്. Yes. ഇത്രയും നാള് നമ്മൾ ടിവിയിലല്ലേ പാട്ട് കേട്ടെ, ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നുന്നു? നേരിട്ട് കേട്ടപ്പോ വളരെ സന്തോഷമാണ്. സന്തോഷമുണ്ട്. ആ. ടിവി കാണുന്ന പോലെ തന്നെ ഇതുപോലുള്ള ഒരു പരിപാടി കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം. സന്തോഷം. ആ. എസ്തർ കുട്ടിയുടെ പാട്ടോ? എസ്റുട്ടിയുടെ പാട്ട് ഏറ്റവും ഇഷ്ടമായി. അതുകൊണ്ടാണല്ലേ ഞങ്ങള് എസ്റുട്ടിയുടെ കൂടെ വന്നത്. ഫാൻസ് ആണ്, ഫാൻസ്. അതെ. ഫാൻസാണ് ശരിക്കും. ഫാൻസ് എല്ലാ പിള്ളേരുടെ അതെ. പക്ഷെ പ്രത്യേകിച്ച് എസ്തർ എസ്തറിന്റെ. കുട്ടിയുടെ. ഓക്കെ. അപ്പൊ എസ്തർ കുട്ട, ഓക്കെ, ബൈ. ബൈ ബൈ. ബൈ, ടാറ്റാ. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, യെസ്, ഇവിടെ നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാ. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ അടുത്ത് വന്ന കുറേ സിനിമകളിലൂടെ അതിലെ പാട്ടുകളിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ആണ്. നമ്മളെ ഒത്തിരി പാടി ഞെട്ടിച്ചിട്ടുള്ള ആര്യ ചേച്ചിക്കൊക്കെ വളരെ നല്ലോണം പേഴ്സണലി അറിയുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഒരുപാട് കിടിലം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സെബ ടോമി. ലെറ്റ്സ് വെൽക്കം സെബ ചേച്ചി on stage. ഹലോ, ഹായ് ചേച്ചി, വെൽക്കം. താങ്ക് യു. എന്തുണ്ട് വിശേഷം? സുഖം. സുഖം. സെബെ കാണുമ്പോഴത്തേക്കും ഉടനെ ക്വീൻ ഓഫ് ദ നൈറ്റ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് മ്യൂസിക് ഓഫ് ദ നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ്രി ലോർഡ് വെബറിന്റെ Phantom of the Opera. That's a very beautiful song, and your song is a very beautiful song. Thank you so much. And അത് പാടിയിരിക്കുന്നത് ഓൺ ദ ഡോട്ട് സൂപ്പർബ് ആണ്. Thank you so much. സെബയുടെ കാഴ്ചകള് പാട്ടിന്റെ ആ ഒരു ആലാപനത്തിൽ കാണാൻ പറ്റും. അതില് ആ മ്യൂസീഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മ്യൂസിക് ഇൻ യു അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. Thank you so much. That's a very wonderful compliment to receive. Thank you. അപ്പൊ സെബയെ കൂടുതൽ ഇഷ്ടം ഒരു കാരണമുണ്ട്. കാരണം സിബി സാറിന്റെ നീസും കൂടെയാണ്. And first cousins are Ammem Sibi. സിബി സാറിന്റെ കുറച്ച് സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെയധികം അഡോർ ചെയ്യുന്ന ഡയറക്ടറാണ്. സോ ഇൻ ദാറ്റ് വേ ഓൾസോ യുവർ പ്രസൻസ് ടുഡേ മേക്സ് എ ഡിഫറൻസ്. വെൽക്കം ടു ടോപ്പ് സിംഗർ. Thank you for having me. Thank you. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. ഞാൻ I have to be there. I love to be on stage. ഞങ്ങള് ഒരുപാട് പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും, കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അയക്കും. പക്ഷെ ഞങ്ങൾ ഇന്നാണ് നേരിട്ട് കാണുന്നത്. സോ ഹാപ്പി ടു സീ യു ഹിയർ, സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ സെബ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ക്യാപ്റ്റൻ, ആ പാട്ടിന് എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. ഓഫ് കോഴ്സ്. പിന്നെന്താ? ഹായ് സെബ. ഹലോ.
എവിടെയോ കണ്ടു മറന്ന മുഖം. യെസ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. പണ്ടൊരു ഒരു ഓഡിഷൻ അല്ലേ? അത് പണ്ട് ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നു. എനിക്ക് സ്കൂളിലെ സമയമാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ സ്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഒരു അതെനിക്കൊന്ന് ഓൺലൈൻ ഏതോ ഒരു കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു. സോ അങ്ങനെ ഞാൻ ഓഡിഷന് പോയപ്പോ സാർ അവിടെ അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു രാജഗിരിയിലെ സ്റ്റേജിൽ പാടിയിട്ടില്ലേ? രാജഗിരിയിലാ ഞാൻ സ്കൂളിംഗ് ചെയ്ത രാജഗിരി. എന്റെ മക്കൾ അവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ സ്റ്റേജിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഇപ്പൊ ഒരുപാട് പരിചയല്ലേ. പിന്നെ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന മാഗി ചേച്ചി, അത് സിബിച്ചേട്ടന്റെ കസിനാണ്. അപ്പം അവര് മാഗി ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് സെബയുടെ കാര്യം. അപ്പം എന്തായാലും അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയിരുന്നു. ഇന്നിപ്പോ സെബയെ കണ്ടപ്പോഴാണ് ആ കാര്യം ആലോചിച്ചത്. അപ്പൊ എന്തായാലും സന്തോഷം സെബയെ ഈ വേദിയിൽ കണ്ടതില്. ഇഷ്ടംപോലെ പാട്ടുകൾ പാടി. അത് പലതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. ഓഫീസർ, കൽക്കി, ഗരുഡൻ, ഇപ്പൊ ലോകയിൽ കൂടെ ലോകം മുഴുവൻ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. അതെ. അപ്പൊ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ജിംഗിൾസ് കുറെ പാടിയിട്ടുണ്ട് അല്ലെ? ഇനിയും അനേകം ഉയരങ്ങൾ കീഴടക്കട്ടെ. ദൈവം അതിനു വേണ്ടി അനുഗ്രഹിക്കട്ടെ. ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നേറട്ടെ. ചേച്ചി, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. എന്റെ ഓഫീസറിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. Actually speaking, Meenuti, Zeba is a very, very hard-working musician. Also, വേറൊരു കാര്യം, lot of indie music, her own composition, her own lyrics, എല്ലാം ചെയ്തിട്ടുണ്ട് സെബ, which is really great. സ്പോട്ടിഫൈയിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മൂവി സോങ്സ് കാണാം, പക്ഷെ ഡെഫിനറ്റ്ലി go through her indie tracks also, which is really good. So happy to have you here, Thank you so much. സെബ, Yes. എന്റെ കാഴ്ചയില് ഒരു മ്യൂസീഷ്യൻ ടു ബി ഇൻ മ്യൂസിക് എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യ. ടു ബി മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ തന്നെ അല്ലേ ഫുൾ ടൈം അല്ലേ? അപ്പൊ അങ്ങനെ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും പാട്ടുകൾ ഇങ്ങനെ പാടാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നണേ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം, ഒരു തൂവൽ തിന്നലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ, അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാലേ. Thank you, Zeba. Thank you so much for having me. I had such a wonderful time. പിന്നെ ഈ ഒരു ലോക എന്നൊരു പറഞ്ഞ പ്രോജക്റ്റ് തന്നെ ചെയ്യുന്ന ടു ബി ഏബിൾ ടു ഡു ദാറ്റ് സോങ് ഇൻ ഇറ്റ് സെൽഫ് ഒരു നല്ല എക്സ്പീരിയൻസ്, നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. സോ അത് ഷെയർ ചെയ്യാൻ പറ്റുക, ആ ഒരു സോങ് ലൈവ് പാടാൻ പറ്റുക, ദാറ്റ് ടു ഫോർ ഓൾ ഓഫ് യു. ഐ ലുക്ക് അപ്പ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു എ ലോട്ട്. ആൻഡ് സാറിന്റെ പാട്ടുകളായാലും ഞാൻ കുറേ പാടിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് സ്റ്റേജസിലൊക്കെ എൻ്റെ അച്ഛനറിയാം ഞാൻ കുറേ പാടുന്ന പാട്ടുകളുണ്ട്. സോ ഇറ്റ്സ് എൻ ഓണർ ടു ബി ഹിയർ and to sing for each of you. So thank you so much. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. Thank you, Zeba. God bless to continue your wonderful journey in music. Thank and you we so are with much. you. Yes. Thank you. അപ്പൊ സെബ ചേച്ചി, ഞങ്ങളും ഒത്തിരി ഹാപ്പിയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് ഒരാളുടെ പാട്ടും കൂടെ കേൾക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ലൊരു മെലഡി സോങ്ങുമായിട്ട് നമ്മുടെ AM സുപ്രഭാതം എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. സുപ്രഭാതം. അതെ, സന്ധ്യക്ക്. ഹലോ ഹായ്. സുപ്രഭാതം. ഹായ്. ഹായ്. സുപ്രഭാതം. എന്തു പറയുന്നു അമ്മക്കുട്ടി? സുഖം ആണോ? വിശേഷം അമ്മയ്ക്ക് അത് രണ്ടാമത്തെ ഒരു കുട്ടി. ഉണ്ടായോ? ഇല്ല, ആ പറയാൻ ആകുന്നതേ ഉള്ളൂ. വിശേഷമായിന്ന്. അത് ശരി, വിശേഷമായി. അതാണ് വിശേഷം. ഓ, കൺഗ്രാറ്റുലേഷൻസ്. അമൃത ചേച്ചി ആവാൻ പോവാണ്. അതെ. ആഹാ. അപ്പൊ ഒരു അനീതിയോ അനിയനോ വരാൻ പോകണം അല്ലേ? അതെ. ഓക്കെ. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? മീനൂട്ടി ചേച്ചിയുടെ ഇൻട്രഡക്ഷൻ ഞാൻ പറയട്ടെ. പിന്നെ കുഞ്ഞ്
ഇനി എത്ര തവണ വേണം പറഞ്ഞോ. പറഞ്ഞു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, പ്രത്യേകിച്ച് മീനുട്ടി. ഞാൻ ക്ഷമിച്ചു. ആ പോരട്ടെ. അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടി പാട്ടുകാരുടെ പാട്ടും വിശേഷങ്ങളും ഒക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ, ആര്യ ചേച്ചി, വെൽക്കം. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പ് ബാൻഡിനെയും കൂടെ വെൽക്കം ചെയ്യാം. വെൽക്കം ടോപ്പ് ബാൻഡ്. കണ്ടുപടി മീൻകുട്ടി, കണ്ടുപടി. കണ്ടാ ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇപ്പോഴാണ് സന്തോഷമായത്. റിലീഫ് എന്നൊക്കെ പറയില്ലേ മീനുട്ടി? എന്തോ എന്തിനെവിടെ ഇനി ഞാൻ അമൃതത്തിന് വരെ കൊണ്ടുവരാ. ഈ സ്റ്റേജിൽ വരുമ്പോഴാന്ന് തോന്നൂല്ലേ അമൃതത്തിന് കുറച്ച് റിലീഫ് കിട്ടുന്നത് അല്ലെ? വീട്ടില് കുറച്ച് സ്ട്രിക്റ്റ് ആന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൂപ്പൻ പട്ടാളത്തിലല്ലേ, അതുകൊണ്ട് കുറച്ച് പട്ടാള ചിട്ടയാന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ വരും നേരാണോ? അമൃതം എല്ലാം വലിച്ചു വാരിയിടും വീട്ടില്. അപ്പൂപ്പൻ ചീത്ത പറയും. പിന്നെ ചെറുതായിട്ടൊക്കെ മതി. അപ്പൂപ്പൻ എങ്ങനെയാ സ്ട്രിക്റ്റ് ആവണത്? ഞാനിപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ ഇങ്ങനെ വിട്ടിട്ട് പോവും. അപ്പൊ അപ്പൂപ്പൻ പറയും, മോളെ അത് ലേ ഔട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ലേ ഔട്ട് ചെയ്ത് വെക്കണം ആണല്ലേ? ഓ, അത്ര സ്ട്രിക്റ്റ്. അപ്പൊ അപ്പൂപ്പൻ ആള് കൊള്ളാലോ. അപ്പൂപ്പൻ ഇങ്ങനെയാണ് കരുതുന്നത്, ടാലന്റ് എന്ന് പറഞ്ഞാൽ അത് വിത്ത് മാത്രമാണ്, വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഡിസിപ്ലിൻ ആണ്. ഓ, എങ്ങനെയുണ്ട്? കൊള്ളാം. അധികം അങ്ങ് മനസ്സിലായി. ഇപ്പൊ കണ്ടുപിടിച്ചാ വല്ല മനസ്സിലായ? ഇപ്പൊ വന്നിട്ടുള്ള കോട്ട് അല്ല, മീനോട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായ? മനസ്സിലായി. ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ ടാലന്റ് വളരുള്ളൂ. വളരുള്ളൂ, അതാണ് എന്റെ ഉദ്ദേശം. കേട്ടാ, അപ്പൊ ഒരു ദിവസം കൂടെ കൊണ്ടുവരണേ. കാണട്ടെ ആ പട്ടാള ചിട്ട. അതെ. ഏത് പാട്ടാ? കണ്ണനാരോ ഉണ്ണി കൺമണി ആരാരോ. ഉണ്ണിയാരോ. ഇത് കണ്ണൻ ആരാരോ. കണ്ണൻ ആരാരോ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ്. പാടിയത് ചിത്രാമ്മ. സിനിമ ഗമനം. വർഷം 1994. വെരി ഗുഡ്. മ്യൂസിക് ഔസേ പച്ചൻ സാർ. ലിറിക്സ് ബിച്ചു തിരുമല സാർ. വെരി നൈസ്, ഗുഡ്. ഇനി അമ്മക്കുട്ടി കോമ്പയർ ചെയ്താൽ മതി കേട്ടോ. തുടങ്ങാട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യാം രാകേഷിന്. ഓക്കെ, അതെ, ശരിയാ. ശരി, അപ്രൂവ് ചെയ്ത്. അതൊന്നും നടക്കില്ല. മീനൂട്ടിന് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി. ആ കുട്ടിക്ക് ജോലി കിട്ടി. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അമ്മുമ്മയായി. അതെ, എന്നാലും മീനൂട്ടി ഇവിടെ കാണും. എന്റെ മതങ്ങളെങ്കിലും തോന്നിയല്ലോ. ആയിക്കോട്ടെ, കൊറേ നാളെ കഴിയുമ്പോ മീനൂട്ടി ആയിക്കോട്ടെ. ടോപ്പ് സിംഗർ ഉണ്ട് ഈ വേദിയിൽ അല്ലേ? വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇല്ല കേട്ടോ. ഇല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പടമായിട്ടിരിക്കണ്ടോ എവിടെയെങ്കിലും ഒക്കെ മാലയൊക്കെ ഇട്ടാല്? അല്ല, അതില് പ്ലൂറൽ എനിക്ക് മനസ്സിലായില്ല. സിംഗുലർ മതി. പോട്ടെ, സാരില്ല. മീനൂട്ടി ആ പ്രായാകുമ്പത്തേക്കും വേണ്ട മതങ്ങൾ അരുതേ. അപ്പൊ പഠിക്കോ. ഓക്കെ, താങ്ക് യു.
നൈസ് മോളെ, നൈസ് നൈസ്, ഗുഡ് ഗുഡ്. ആഹാ. അമ്മു കുട്ടി എന്തോ ഓ ഓ. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ടാലന്റ് അല്ലേ? ആ ഇത്തിരി ഉണ്ടോ ഒത്തിരി ഉണ്ടോ? അറിഞ്ഞൂടാ. ഒത്തിരി ഉണ്ട്. സംശയം എന്താ? താങ്ക് യു. കോൺഫിഡന്റ് ആയിട്ട് പറയണം, ആര് ചോദിച്ചാലും. താങ്ക് യു. ഒത്തിരിയാണെന്ന് പറയണം. ആ. എങ്ങനെ പറയും? ഒത്തിരി. ഒത്തിരി. അതുപോലെ പറയാം, ഒത്തിരി ഉണ്ടെന്ന് പറയാം. ഒത്തിരി ഉണ്ടെന്ന് പറയാം കേട്ടാ. ആ. ആ ഇതേ ആ. കുറച്ചും കൂടെ നമുക്ക് സ്നേഹം കൂട്ടാൻ പറ്റുമോ? ആ. അപ്പൊ കുറച്ച് കണ്ണൻ ആരോ ആ കണ്ണനല്ലേ, ഉണ്ണി കണ്ണനല്ലേ, അതുപോലെ കൺമണി അല്ലേ, ഉം. കുറച്ചും കൂടെ ഒന്ന് സ്നേഹിച്ചൂടെ അല്ലേ? സ്നേഹം എക്സ്പ്രസ് ചെയ്ത് കൂട്ടണം. പ്രത്യേകിച്ചും ഇനി ഒരാള് വരാൻ പോവല്ലേ, ആ. ആ ആളോടാണ് പാടുന്നതെങ്കിൽ എങ്ങനെ ആയിരിക്കും? പാട്ടിലല്ലാതെ എങ്ങനെ പറയും? കണ്ണനാരോരു. അയ്യോ, കണ്ണനാരോ ഉണ്ണിക്കണ്ണനാരോ അങ്ങനെയാണ്. ആ. അപ്പൊ കണ്ണനാരോ ഉണ്ണി കൺമണിയാരോ അല്ലേ സ്നേഹത്തില്. ആ പാടിക്കോ. കണ്ണനാരോ ഉണ്ണി കൺമണിയാരോ ആ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരോ. ആ അങ്ങനെ അപ്രോച്ച് ചെയ്താൽ മതി പാട്ടിനെ. അപ്പൊ എന്ത് കൂട്ടണം? സ്നേഹം. ആ അപ്പൊ ഇപ്പൊ സ്നേഹം കൂടി ഇപ്പൊ എങ്ങനെയുണ്ട് മധു? ഇപ്പൊ കേൾക്കാൻ നല്ലതാ. ആ ഇപ്പൊ കേൾക്കാനായിട്ട് നല്ലൊരു രസമുണ്ട്. ആ. തേടുന്നെൻ മൗനം അതെങ്ങനെയായിരുന്നു? താനേ തല ചായ്ക്കും സൗഭാഗ്യം തേടും നിൻ മൗനം. തേടുന്നെൻ മൗനം. തേടും നിൻ മൗനം. ആ തേടുന്നെൻ. തേടും നിൻ മൗനം. ആ അത് കുറച്ച് വ്യത്യാസമുണ്ട് മക്കളെ. ആ ഇപ്പൊ നാ 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 വരും. ആ അതെന്താ വെച്ചാ ഇങ്ങനെ നോട്ട്സ് അടുത്തടുത്തുള്ള നോട്ട്സ് ഇങ്ങനെ പാടുന്നതിന് അതിന് പറയുക ക്രൊമാറ്റിക് മൂവ്മെന്റ് എന്നാണ്. ക്രൊമാറ്റിക് എന്ന് പറയും. പുതിയൊരു വാക്ക് മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ക്രൊമാറ്റിക്. എന്ന് പാടി കഴിഞ്ഞാൽ ക്രൊമാറ്റിക്. എല്ലാം ക്രൊമാറ്റിക് നോട്ട്സ് ആണ്. അതാണ് ഭയങ്കര രസമാണ്. അത് ക്രോമ എന്ന് ഗ്രീക്കിൽ പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ ക്രൊമാറ്റിക് വരുന്നത്. പിടികുട്ടിയോ? ഇല്ല. പിടികിട്ടില്ല. ക്രോമ എന്ന് പറഞ്ഞാൽ കളർ എന്നർത്ഥം. ഉം. അപ്പൊ ഭയങ്കര കളർ കൊടുക്കുന്നതാണ് ഇങ്ങനെ പാടുന്നത്. അപ്പൊ ഔസേപ്പച്ചൻ ചേട്ടൻ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇനി ചരണത്തിലും ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടല്ലോ, വെരി എൻഡ്. ഈ മാറിലിനിയും ഈ മാറിലെയും ഈ മാറിലിനിയും ആ നീർപ്പൂവിനിടമോ രാരാത്ത നീർപ്പൂവിനിടമോ. അത് തന്നെ മനസ്സിൽ ഉറക്കണം കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചാ മതി. ആ. കുഞ്ഞല്ലേ, അതെ. വരുന്നല്ലേ ഉള്ളൂ. ആ, നമ്മുടെ അമ്മക്കുട്ടിയല്ലേ? അതെ. ഓക്കെ. ഏയ് അമൃതം, എന്തോ നന്നായിരുന്നു കേട്ടോ പാടിയത്. താങ്ക് യു. ഈ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കുറെയൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. ആ. ഇപ്പൊ എന്താ പറഞ്ഞത്? ക്രൊമാറ്റിക് ക്രൊമാറ്റിക്. നോട്ട്സ്. പിന്നെ എനിക്ക് അനുപരിയിലെ നാളങ്ങൾ, അതിന്റെ ക്ലാരിറ്റി, മാളങ്ങളും നാളങ്ങളും അതിനെ ട്യൂൺ അതിന്റെ നെഞ്ചിനുള്ളിൽ രണ്ടും ഒരേപോലെ. ഇരുൾമാളം തരരാ. Yes. കണ്ണിൽ നീളും സ്വന്തം നിഴൽ നാളങ്ങൾ. നിഴൽ നാളങ്ങൾ. നിഴൽ നാളങ്ങൾ. നിഴൽ നിഴൽ നാളങ്ങൾ. അത് അതിന്റെ ക്ലാരിറ്റി കേട്ടോ. ചരണത്തിൽ അത് കറക്റ്റ് ആയിട്ട് വന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. ഈ ഉടുപ്പും കൊള്ളാം. താങ്ക് യു. അമൃതക്കുട്ടി, എന്തോ 2-3 ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ആ. ഒന്ന്, ആ ചിരി മായുന്നേ ഇല്ല, അത് അവിടെ തന്നെ ഉണ്ട്. Thank അതെനിക്ക് you. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ചിരിച്ചോണ്ടാ പാടുന്നത്. തുടങ്ങുമ്പോഴും ഇടയിലും അവസാനവും ഒക്കെ അതുപോലെ അച്ഛനെ പോലെ തന്നെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ Thank ഒന്ന്, you. ക്യാമറ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിച്ചു മാറി നിന്ന കുട്ടി ഇപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഹായ് ക്യാമറ വന്നിരിക്കുന്നു, ഇനി ക്യാമറ നോക്കി പാടാന്ന് പറഞ്ഞിട്ട് പാടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്നു. അതെ അതെ അതെ, കുറച്ചും കൂടെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. പാട്ടിലേക്ക് വരുമ്പോ നല്ല രസമുണ്ട്. എസ്പെഷ്യലി അനുപല്ലവിയും ചരണവും സെക്കൻഡ് റിപ്പീറ്റ് വരുന്നില്ലേ, ആ. ആ റിപ്പീറ്റ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നതുപോലെ തോന്നി.
അനുപല്ലവിയുടെയും ചരണത്തിന്റെയും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങള്. പൊന്നുമോളാണ്, നല്ല സുന്ദരിയാണ്, നന്നായി പാടുകയും ചെയ്യുന്നുണ്ട്, നല്ല ശബ്ദമാണ്, മിടുക്കിയാണ്. All the best. സെബ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഞാൻ ആക്ച്വലി ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോ എനിക്ക് ആ ഒരു ചെറുപ്പാലം ഓർമ്മ വരാം. കാരണം ഐ യൂസ് ടു യുനോ പാർട്ടിസിപ്പേറ്റ്. ഇതുപോലെ എനിക്ക് 2 റിയാലിറ്റി ഷോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ദുബായിൽ ഒരു തമിഴ് റിയാലിറ്റി ഷോ ആയിരുന്നു. പിന്നെ ഗുഡ്നെസ് ടീം എന്ന് പറഞ്ഞൊരു വോയിസ് ഓഫ് ഗുഡ്നെസ്, അതും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ലൈക്ക് ഇപ്പൊ എന്ത് രസമായിട്ടാ പാടുന്നത്. ലൈക്ക് യുനോ ലൈക്ക് ആ ഒരു നെർവസ്നെസ്സും ഇല്ല, ഒരു നല്ല കോൺഫിഡന്റ് ആയിട്ട് ചിരിച്ചോണ്ട് പാടുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ട് ഓരോ ന്യൂആൻസസും പാടുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഹാപ്പി ടു സീ ഈ ഒരു ഏജിൽ ഇത്രയും രസമായിട്ട് പാടുന്നത്. സോ കീപ് ഗോയിങ്, ഓൾ ദി ബെസ്റ്റ്. അമൃതകുട്ടി, എന്തോ അപ്പോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. എവിടെയൊക്കെ നന്നായിരുന്നു, എവിടെയൊക്കെയാണ് ചെറിയ പ്രശ്നം പറ്റിയതെന്നൊക്കെ അറിയാലോ, മനസ്സിലായല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് നിന്ന് കിട്ടുന്ന മാർക്ക് 96.75 out of 10. അപ്പൊ അമൃതം all the best. ആങ്കർ ചെയ്യാൻ നേരം വരണേ. മധുങ്കൾ, ഇനി വരാൻ പോകുന്ന ആരാന്നറിയാമോ? നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. എന്താ വായിലിരിക്കണം അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പരിപ്പ് വട വരുമ്പോ ചവച്ചോണ്ടൊക്കെ ഇരുന്ന ദേഷ്യം വരും. ഇനി വരാൻ പോകുന്ന ആള് ഒരുപാട് സെൽഫ് ഡിഫെൻസ് ഉള്ള ഒരാളാണ്. അതെ അതെ, ഹി ഹാവ് സെൽഫ് ഡിഫെൻസ്. പാർത്ഥിവ് ആണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. കണ്ടോ, ഇന്ന് കാമായിട്ടാ വരുന്നേ. ഇന്ന് മിടുക്കനാണല്ലോ വന്നേക്കുന്നത്. എന്തൊരു കൂടുതൽ സന്തോഷം. അത് അച്ഛൻ വന്നു. ഹായ് പ്രശാന്ത്. നമസ്കാരം. പ്രശാന്ത് നല്ലൊരു ഗായകനാണ്. അച്ഛൻ പാടും. അപ്പൊ ഈ പാട്ടിന് ശേഷം നമുക്ക് അച്ഛനാണ് പാടാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ഇന്ന് വാചകമേള കുറവാണല്ലോ. അച്ഛൻ വന്നോണ്ടായിരിക്കും. അച്ഛൻ വന്നോണ്ടാണ്. ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്. അതല്ല, എന്റെ അപ്പൂപ്പന്റെ ഫേവറേറ്റ് പാട്ടാണ് എനിക്കിപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈയിടെ അപ്പൂപ്പൻ ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇപ്പൊ കാണാൻ പോയിരുന്നു. ഈ പാട്ട് നേരെ ചൊവ്വേ പാടിയില്ലെങ്കിൽ എന്റെ വയറിന് കുത്തൂന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ വേദിയിൽ ഞാൻ ഈ പാട്ട് പാടാൻ പോകുന്ന സമയത്ത് അപ്പൂപ്പൻ ഇപ്പൊ ഇല്ല. ഈയിടെ നമ്മളെ വിട്ടുപോയി. അപ്പൂപ്പൻ മരിച്ചു ഈയിടെ. ഏതാണ് പാട്ട്? മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി. ചേട്ടന്റെ പാട്ട്. ചേട്ടനെ പറ്റി എന്ത് പറയാനാണ്. അതെ അതെ. അവസാനം ചേട്ടനായിട്ടുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു. അതായത് തൃശ്ശൂരിലൂടെ ഞാൻ തന്നെ ഓടിച്ചു. ചേട്ടൻ സൈഡിലിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എന്നെ വിളിച്ചു. കുട്ടാ, എനിക്ക് സംസാരിക്കണം കുട്ടൻ്റെ അടുത്ത്, അതാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ചേട്ടൻ്റെ കൂടെ. അതുകൊണ്ട് ഈ പാട്ടിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. ചേട്ടനും ദേവരാജ മാസ്റ്ററും. ചേട്ടൻ്റെ ആദ്യത്തെ പാട്ടല്ലേ ഇത്? അങ്ങനെ ഒരു ഓർമ്മ. ഇതിന് ശരിക്കും 3 ചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചേട്ടൻ ഇടയ്ക്ക് പാടുമായിരുന്നു. പക്ഷെ അതിൽ ഒരെണ്ണം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. മോൻ പാടുന്നുണ്ട്. അതാണ് ആരും പാടാറില്ല. അത് ഭയങ്കര സംഭവമാണ്. നന്നായിട്ട് പാടിയ വേദനോടൊക്കെ അതാണോ ആ സ്റ്റാൻസ്? അത് ആരും പാടാറില്ലല്ലോ. ഇത് അസലായിട്ട് പാടിക്കഴിഞ്ഞാൽ ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. എന്റെ കയ്യിലുണ്ടത്. പരിപ്പാടാ. ഇഷ്ടമാണോ പരിപ്പാടാ? പരിപ്പാട അത്രയ്ക്ക് താല്പര്യമില്ല. എന്നാലും സമ്മാനമായിട്ട് താല്പര്യം വെച്ചോ. താല്പര്യത്തില് ഞാനത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. അതാണെങ്കിൽ ഞാൻ തരത്തില്ല. ഒരു പരിപ്പോടെ 2 മിഠായി വേണ്ട. അതും വേണ്ട. ഡീറ്റെയിൽസ് മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ലിറിക്സ് പി ഭാസ്കരൻ മാസ്റ്റർ, പാടിയത് പി ജയചന്ദ്രൻ അങ്കിൾ, സിനിമയുടെ പേര് കളിത്തോഴൻ, വർഷം 1966. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
വെരി ഗുഡ് വെരി Thank ഗുഡ് you, sir. മിസ്റ്റർ പാർത്ഥിവ്. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ. കുട്ടുമണി, എന്തോ ആ വേദന തന്നുള്ളതല്ലേ, ഉം. ആ ലൈൻ 2 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ മൂട് പടം എന്ന് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ. അപ്പൊ അതൊന്ന് അങ്ങനെ ഒന്ന് പാടിത്തരുമോ? വേദന തന്നോട് കുടലായി പാടി പാടി ഞാൻ നടന്നു. വേദന തന്നോട് കുടലായി പാടി പാടി ഞാൻ നടന്നു. മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരി, ആ, ആ. കുമാരി, കുമാരി. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ കിടിലൻ. താങ്ക് യു സർ. അതെന്ന് വെച്ചാൽ ആ വേദന ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ അത് തീർന്നു പോയി. അതെ. ആണോ? കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറട്ടെ. ഒറിജിനൽ ഇങ്ങനെ തന്നെയാണ്, നീ പാടി കറക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടടാ താങ്ക് യു സർ. കുട്ടുമണി. ഇപ്പൊ ചേട്ടൻ ഉണ്ടെങ്കിൽ നിന്നെ വന്ന് കെട്ടിപ്പിടിച്ചാണ് കേട്ടോ. എടുത്തോ ഒരു എടുത്തോ ഒരു പൊക്കിയേനെ. സംശയമില്ല. സത്യം. താങ്ക് യു സർ. ചേട്ടനെ മറ്റേ എനിക്ക് കപ്പട ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പി ജയചന്ദ്രൻ അങ്കിളിനെ കാണണം. ഒത്തിരി ആഗ്രഹം. പലരും ആണല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളാണ്. ആണല്ലേ? ആഹാ. കുട്ടുമണി, എന്തോ? നീ എങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത്? താങ്ക് യു സർ. എനിക്ക് പിന്നെയും സംശയമാണ്, ഇത് കുട്ടുമണി തന്നെയാണോ ഈ പാടുന്നത്? അതേലോ. ഇത് അതല്ലെങ്കിൽ വേറെ കുട്ടുമണി ആരെങ്കിലും തന്നെയാണ്. ഉള്ളി വന്നിരുന്ന് പാടുന്നതാണോ? അല്ല, ഇത് എന്റെ സ്വന്തം കഴിവ് വെച്ച് ഞാൻ തന്നെ തെളിയിച്ചു പാടിയതാ. ആണല്ലേ? അതാണ് ഡിഫൻസ്. ഇതാണ് ഡിഫൻസ് അതിന്റെ. ഞാൻ ഉദ്ദേശിച്ചത് ഗുസ്തി ഡിഫൻസ് അല്ല, ഈ ഡിഫൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ, ഈ ഡിഫൻസിന്റെ കാര്യം ഞാൻ ഇതായിരുന്നല്ലേ പറഞ്ഞു. അത്. ഇത്ര നാള് ഈ മീനുട്ടി ചേച്ചി എന്റെ അടുത്തുനിന്ന് ഇങ്ങനെ അകന്നകന്ന് നിൽക്കുമായിരുന്നു. വാടാ ഇനി നമുക്ക് ഇങ്ങനെ നിക്കാം. നിന്നെ പേടിയാണെന്ന് തോന്നുന്നു മീനൂട്ടിക്ക്. ഇന്ന് മുതൽ പേടിയില്ല. ഇന്ന് മുതൽ ഞങ്ങൾ ഇങ്ങനെയാ നിക്കാം വരുമ്പോ തൊട്ട്. ഇനി മുതൽ ഇങ്ങനെയാണ്. അതെ. ഇപ്പൊ തുടക്കത്തിലേ ഉം. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് വരും. ഇപ്പൊ അതിന്റെ സുഖം ഭയങ്കര രസമാണ്. ഉം. ജേട്ടൻ പാടുമ്പോഴത്തേക്കും yes. ആ. sustain. എപ്പോഴും സസ്റ്റെയിൻ ഇങ്ങനെ പാടി ഒന്ന് ഫേഡ് ഔട്ട് ആക്കണം. ഓക്കെ. ആ. Very nice. നൈസ് നൈസ്. Thank വെരി you, sir. വെരി 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 നൈസ്. താങ്ക് യു സർ. അവനെല്ലാം പറ്റും കേട്ടോ. അതെ അതെ. എന്താണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്താ പാടി അങ്ങനെ കേൾപ്പിക്കും. അതെ അതാണ് ടപ്പന്നങ്ങ് പാടുകയല്ലേ. സൂപ്പർ പവർ ആണ്. താങ്ക് യു സർ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി. ആ ഇർ അവിടെ കേൾക്കണം. മുങ്ങി തോർത്തി മുങ്ങി തോർത്തി. ആ, അതാണ്. അതുപോലെ കർണികാലം അവിടെയും ആ ഇർ മിസ്സിംഗ് ആണ്. കർണികാരം പൂത്തു തളിർത്തു, ആ. കൽപ്പനകൾ താളമെടുത്തു. കർണികാരം പൂത്തു ആ. തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു. ഇപ്പൊ വണ്ടർഫുൾ. Yes. നന്നായിട്ടുണ്ട് താങ്ക് യു നന്നായിട്ടുണ്ട്. സർ. അപ്പൊ തോർത്തിയും ശരിയായി, ഇപ്പം കർണികാരവും ശരിയായി. ഓക്കെ. ഓക്കെ. എനിക്ക് ആ ഉണ്ടോ 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 കണ്ടവരുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കണത് എന്താണ്? ഊണ് ഈ കഴിക്കുന്ന ഉണ്ടോ കാര്യമാണ്. അല്ല, ആ, ഈ പിന്നെ ഉണ്ടോ അല്ല, ആ അതാണ് ഈ ഉണ്ടോ അല്ല, ഈ ഉണ്ടോ അല്ല. കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ? കണ്ടവർ ഊണ് കഴിച്ചു ആരെങ്കിലും ഉണ്ടോ? കണ്ടവര് ആരെങ്കിലും കണ്ടവരുണ്ടോ? അല്ല കണ്ടവർ ഊണ് കണ്ടവര് കഴിച്ചു ഊണ് ഊണ് കഴിച്ചോന്നാണ്. അല്ല, അതെ. എന്റെ കൺമണി ആരെങ്കിലും കണ്ടോ ഓ എന്ന് ചോദിക്കുകയാണ്. അതല്ലേ. ഓ മധുവിന്റെ അറിയില്ലായിരുന്നു. ഓ അത് ശരി. അങ്ങനെയാണ് മധു. അങ്ങനെയാണല്ലേ? കണ്ടവരുണ്ടോന്നല്ല, ആ. കണ്ടവരുണ്ടോ. ആ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്നുകൂടെ പാടി തരാം അവിടെ. കണ്ടവരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആഹാ. അതിനൊക്കെ കണ്ണിങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് ഒരു സംഗതിക്ക്. അത്ര എഫേർട്ട് ഇല്ലാതെ പാടാൻ പറ്റുമോ? ഉണ്ടോ മാത്രം ഇവിടെ. ഉണ്ടോ? അപ്പോഴും എനിക്കത് വരും. അല്ല, ഞാനങ്ങ് അടുത്ത പാടാമോ? അടുത്തതിന്റെ ഇതേ പോർഷൻ. കടന്നുവല്ലോ. കടന്നുവല്ലോ. നടന്നുവല്ലോ, അവൾ നടന്നുവല്ലോ. ഇവിടെ അത്ര ഇല്ലല്ലോ. ഇവിടെ അത്രയും വന്നില്ല. അത് അവൾ നടന്നു വന്നോണ്ടായിരിക്കും. ഇത് കണ്ടവരുണ്ടോ? അത് മറ്റേ കണ്ടവരായി പോയുണ്ട്. ഇനി പാടണ്ട. ഓക്കെ സമ്മതിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കേ. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ചകോരി അതൊന്ന് പാടേ. പ്രേമ ചകോരി ചകോരി
ചകോരി. ആ. ഏയ്. ശ്രുതി ശുദ്ധമായിരുന്ന ചില സ്ഥലത്തൊക്കെ മേളിൽ പാടിയില്ലേ? ഉം. ആ വണ്ടർഫുൾ. താങ്ക് യു സർ. അങ്കിൾ നിന്നെ വലിയൊരു ഫാനാണ് കേട്ടോ, ഒരു Thank you. സംശയമില്ല. ഞാൻ ശരിക്കും തിരിച്ചങ്ങോട്ടാ, ഞാൻ അങ്കിളുടെ ഫാനാ ഞാൻ. ജേട്ടനെ ഞാൻ ഏറ്റവും അവസാനമായിട്ട് കാണുമ്പോൾ ഇങ്ങനെയായിരുന്നു. നമ്മളൊരു യാത്ര പോയി ഒന്നിച്ച്. തൃശ്ശൂർ നഗരത്തിലൂടെ ഞാനിങ്ങനെ ചേട്ടനായിട്ട് കാറില് ഇത് അവസാനമായിട്ടാണ് പോകുന്നത് എന്ന് അറിയില്ലായിരുന്നു. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ, എൻ നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. സ്റ്റുഡിയോയിൽ വെച്ച് പല സമയങ്ങളിലും ചേട്ടനായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ചില സമയത്തൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ പാടാൻ പറ്റൂ കൂട്ടാ, എനിക്കിതേ പറ്റൂ, രണ്ടാമത് പാടുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചേട്ടനെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. സംഗീതത്തിനെ പറ്റി മാത്രം സംസാരിക്കും, വേറെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും. പ്രത്യേകിച്ച് സുശീല അമ്മയും MS വി സാറുമാണ് ഏറ്റവും കൂടുതൽ ഇവരെ പറ്റിയാണ്. പിന്നെ മുഹമ്മദ് റഫി സാബ്, മുഹമ്മദ് റഫി, ഇവരുടെ 3 പേരുടെ കാര്യങ്ങൾ പറഞ്ഞാണ് കൂടുതലും. പിന്നെ ദാസാറിന്റെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു, അതൊക്കെ പാടി കേൾപ്പിക്കുന്ന, അത് ജേട്ടൻ പാടുമ്പോ അതിന് വേറൊരു വേറെ ഫീലാണ്. അതെ, അത് ദാസാറിനോടുള്ള അത്രയും ഭക്തിയിലാണ് പാടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മോമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് മോനെ. അപ്പോ മോന് ജേട്ടന്റെ വഴിയുള്ള ഈ സ്നേഹം മോന് ഞാൻ തരുകയാണ് കേട്ടോ. ഈ പാട്ട് ഇങ്ങനെ പാടിയത് അതാണ് ഞാൻ കാണിച്ചു തന്നത്. ജേട്ടനായിട്ടുള്ള എൻ്റെ ബന്ധവും ആ സ്നേഹവും ആ ഒരു എന്താണ്, ഒരു വലിയ ഏട്ടന്റെ ഒരു സ്നേഹം അങ്കിളിന് കിട്ടിയിട്ടുണ്ട്. ആ സ്നേഹം അങ്ങോട്ടും കൂടെ തന്നിരിക്കുന്നു. താങ്ക് യു ഓക്കെ, സർ. അപ്പൊ നീ അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. നന്നായിരിക്കും. മിസ്റ്റർ പാർത്ഥിവ് എന്തോ ഉഗ്രനായിട്ട് പാടി കാലക്കിയിലെ. താങ്ക് യു സർ. ഈ കുഞ്ഞു പ്രായത്തില് ജേട്ടൻ പാടിയ പോലെ തന്നെ മാക്സിമം ഒപ്പിയെടുത്ത് പാടി. ആ മിടുക്കനാണ്, വെറുതെ ഒന്നും അങ്ങനെ പാടാൻ പറ്റില്ല ആർക്കും. താങ്ക് യു സർ. മിടുമിടുക്കനായതുകൊണ്ടാ, മിടുമിടുക്കൻ. താങ്ക് യു സർ. അവൻ നന്നായിട്ട് പാടിട്ടാ, അവൻ നന്നായിട്ട് പാടി. Thank you, sir. അവൻ മിടുക്കനാ എന്ന് പറഞ്ഞാൽ ജേട്ടൻ അങ്ങനെ തന്നെ അല്ലേ? ഞാനും അതുപോലെ തന്നെ ജേട്ടനായിട്ട് വളരെ അടുപ്പായിരുന്നു, വളരെ ക്ലോസ് ആയിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഗായകൻ നമ്മുടെ അടുത്തൊക്കെ കൂട്ടുകൂടേണ്ട കാര്യം തന്നെ ഇല്ല. ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ നമ്മളെ മൈൻഡ് പോലും ചെയ്യേണ്ട കാര്യമില്ല. ജേട്ടന് മധു ഫ്രണ്ട് ആയിരുന്നു. അതെ അതെ, വയസ്സല്ല, ശരിക്കും അത് വളരെ കൂട്ടായിരുന്നു. ശരിക്കും എന്ത് കാര്യവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഫോണിൽ സംസാരിക്കണേ. ആ 2 മണിക്കൂർ ഫോണൊക്കെ ചൂടാവും. അപ്പൊ എന്തായാലും വളരെ വളരെ കാര്യമായിരുന്നു. എന്താ പറയാ, അവസാനം കാണാൻ പറ്റിയില്ല, എനിക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. അപ്പൊ എന്തായാലും മോൻ ഭൂരിഭാഗവും വളരെ മനോഹരമായിട്ട് സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന് നീ മാത്രം വന്നില്ലല്ലോ, നീ മാത്രം, അത് ഒന്ന് കൂടി ചേരാനുണ്ടായിരുന്നു തോന്നി കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. വളരെ മിടുക്കൻ എന്ന് പറഞ്ഞാൽ ഈ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മിടുക്കനാണ്. താങ്ക് യു കേട്ടോ? സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പാർത്ഥിവകുട്ടൻ ആ പാട്ട് മുഴുവൻ ഒപ്പി അങ്ങനെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണോ പാടി വെച്ചിരിക്കുന്നത്, എങ്ങനെയാണോ നമുക്ക് കേട്ട് ഇഷ്ടപ്പെട്ടത്, അതുപോലെ പാടി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതൊന്ന് കേട്ട, നീ മാത്രം വന്നില്ലല്ലോ, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലോ, നല്ല ക്യൂട്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ അവസാനം നിർത്താനായപ്പോ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാനൊന്നും ശ്രമിച്ചു കേട്ടോ. അതെ അതെ അതെ, നല്ല കുറച്ച് ശ്വാസം ഒന്നും കിട്ടാണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ അതുപോലെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലേ മുട്ടുമണിക്കുട്ടാ? ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ പാടുകയെന്ന് പറഞ്ഞാ നീ വേറെ ലെവലാണ്. അപ്പൊ മാർക്ക് വേണ്ടേ? വേണം. യെസ്,
ഇവൻ കുട്ടുമണി മാത്രമല്ല കേട്ടോ, ഉം. പുതിയൊരു പേര് കൊണ്ടുണ്ട്, എന്താ? ഡുണ്ടുമണി. ഏതാടാ ഇയാള് ഇഷ്ടം ഭയങ്കര നിനക്ക്? ഭയങ്കര ചബ്ബിയല്ലേ? ഡുണ്ടുമണി. 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 അപ്പൊ നമുക്കൊന്ന് മാറ്റി പഠിക്കാം അല്ലേ? ആ, കുട്ടുമണിന്ന് ഡുണ്ടുമണിയായി. ഡുണ്ടുമണി. ഓക്കെ, പ്രൊമോഷൻ. പ്രൊമോഷൻ. നമ്മുടെ ഡുണ്ടുമണി കുട്ടൻ ഗോയിങ് ടു ബി അവാർഡഡ് 99 out of 100 today. Thank you, sir. അച്ഛന്റെ പാട്ട് കേട്ടില്ലല്ലോ നമ്മള്. അച്ഛന്റെ പാട്ട് അതെ, അച്ഛന്റെ കേൾക്കാം. പാട്ടൊന്ന് അച്ഛാ കേൾക്കാം. വരൂ, അച്ഛാ വരൂ. അച്ഛനും മോനും ഒരുമിച്ച് ഏത് പാട്ടാ പാടുന്നത്? ഒരുമിച്ചല്ല, അച്ഛൻ മാത്രമായിട്ട് പാടും. അത് പറ്റില്ല, ഡുണ്ടുമണി പാടണം ഇന്ന്. എനിക്ക് അച്ഛൻ പ്രിപ്പയർ ചെയ്ത പാട്ടൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ആ ചേട്ടൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് അല്ല. ആക്ച്വലി ഞങ്ങൾ ഒന്നിച്ചങ്ങനെ പാട്ടുകൾ അധികം പാടാറില്ല. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് പാടി, ആണോ? കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച. ആ മധുവങ്ങള് പോയി എന്ന് പറഞ്ഞു അതെ, അല്ലേ? അതെ, ഓ ശരി. ആ. അതില് മച്ചേട്ടനോട് എനിക്ക് കുട്ടനാടൻ കായൽ പാടാൻ ഒരു അതൊരു ഭാഗ്യം. ഒരുമിച്ച് പാടി. ഇപ്പൊ ഏത് പാട്ടാ ഞങ്ങക്ക് വേണ്ടി പാടുന്നത്? ഞാൻ സൂര്യകിരീടം ഓ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി, നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി, നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു, വീണ്ടും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ആഹാ, very good, very good. പ്രശാന്ത് വളരെ നന്നായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. അച്ഛന്റെ സംഗീത കനവുകളൊക്കെ അത് സാക്ഷാത്കരിക്കാൻ പോകുന്ന മകനായിരിക്കും. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ. അച്ഛൻ മാത്രമല്ല, അപ്പൂപ്പനും ഇപ്പം പാർത്ഥിവ് മുമ്പേ പറഞ്ഞു, ഈ പാട്ട് അച്ഛൻ ശരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്താണ് പാർത്ഥിവ് ചെന്നിട്ട് പറയുന്നത്, അപ്പൂപ്പ അടുത്ത പാട്ട് ഇതാണ്. അപ്പോൾ പറഞ്ഞു, എടാ ഞാനൊക്കെ പാടി നടന്ന പാട്ടുകളാണ്, അപ്പോൾ അത് നീ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു. ദൗർഭാഗ്യവശാൽ അച്ഛന് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ കുടുംബത്തും എല്ലാവരും സിംഗേഴ്സാണ്, അപ്പച്ചിമാരും എല്ലാവരും സിംഗേഴ്സാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അത് അവരാരും പ്രൊഫഷണലി ആ ഒരു ലെവലിൽ എത്തിയില്ല, ഞാനടക്കം ആരും അങ്ങനെ എത്തിയില്ല. അപ്പോൾ അവനിലൂടെ അത് കാണണമെന്ന് എല്ലാവരും സാക്ഷാത്കരിക്കട്ടെ. അതെ, താങ്ക് യു സർ. അവനുണ്ടത്, അവനിലുണ്ടത്. അത് മാത്രല്ല, നമുക്കൊരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഇന്ന് അച്ഛനാണോ മോനാണോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ? അതാണ് ഡൗട്ട്. പാർത്ഥിവിനാണ് കിട്ടിയത്, പക്ഷെ ഇത് അച്ഛനും കൂടെ പാടി കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ആയി, നമ്മൾ ആർക്ക് കൊടുക്കും? രണ്ടുപേർക്കും കൂടെ കൊടുത്തേക്കാം. കൊടുക്കാം. ഓക്കെ, മധു അങ്കിളെ വെൽക്കം. ഞാൻ എന്നും രാത്രി പല്ല് തേക്കുന്നവനാ. രാവിലെ തേക്കാറുണ്ടോ? രാവിലെയും തേക്കും. ഇനി ഉച്ചയ്ക്കും കൂടെ ആയിക്കോട്ടെ. ഓക്കെ. അതെ, ആ വേണ്ട, അപ്പൊ ഇത് ബില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ചാമ്പർ ആണ് കേട്ടോ. പേസ്റ്റ് തിന്നരുത്. അതെ, ഓക്കെ, ടാറ്റാ. ബൈ ബൈ. ഇന്നത്തെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. പ്രേക്ഷകർ ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.